ചാക്കോട്ടിയുടെ നിർദ്ദേശം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ധനമന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം എപ്പോഴാണ് നിയമസഭയിലേക്ക് ഇറങ്ങുക? ധനമന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം. ലബീഷ്, ധനമന്ത്രി ഏകദേശം 8:30യോടെയാണ് ഇവിടെ നിന്നും വസതിയിൽ നിന്നും നിയമസഭയിലേക്ക് പോവുക. അതിനുശേഷം 9 മണിയോടെ തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ഏതായാലും ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്ന ഒരു ഘട്ടമാണിത്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ടാകേണ്ടതില്ല. ജനങ്ങൾക്ക് ആശ്വാസപരമായ രീതിയിൽ തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് പ്രയാസങ്ങളെ മറികടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ബജറ്റിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വ്യക്തമല്ല. ഏതായാലും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായമാണോ അല്ലെങ്കിൽ അത്തരത്തിൽ നേരെ എതിരായ ഒരു സാഹചര്യമാണോ ഉണ്ടാകുക എന്നുള്ളത് ബജറ്റ് അവതരണത്തിൽ നിന്നാണ് വ്യക്തമാകുക. ബജറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ബജറ്റുകളെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ ഇത്തവണയും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല. ജനങ്ങൾക്ക് അസമാധാനപരമായ കാര്യങ്ങൾ, സന്തോഷിക്കേണ്ട കാര്യങ്ങൾ അല്പമെങ്കിലും ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ മന്ത്രി പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ തന്നെ ക്ഷേമ പെൻഷന് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അതായത് ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ധന സെസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് നടപ്പാക്കുന്ന സാഹചര്യമല്ല എന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ തന്നെ ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ എത്തരത്തിലായിരിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ടാകും. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്മർദ്ദവും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബജറ്റ് അവതരണം. ഏതായാലും അരമണിക്കൂറോടെ തന്നെ മന്ത്രി ഇവിടെ നിന്നും പുറത്തേക്ക് പോകും. അതിനുശേഷം നിയമസഭയിലേക്ക് എത്തും. ഏതായാലും ബജറ്റിന്റെ കോപ്പി ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം ബജറ്റ് ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ച കാര്യങ്ങളാണ് അല്പം മുമ്പ് പറഞ്ഞത്. ഏതായാലും ഒരു പ്രതീക്ഷയുടെ ബജറ്റാണോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളുണ്ട്. വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റ് വലിയ സുപ്രധാനമായി തുടരുന്നത് തന്നെയാണ് ചെയ്യുന്നത്. ശരി വിഷ്ണു, ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടുന്ന ആ മുറയ്ക്ക് വിഷ്ണുവിലേക്ക് നമുക്ക് തിരിച്ചെത്താം. നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നേരത്തെ ഈ വസന്ത